എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കായിട്ടോ 4 മണി സ്നാക്സ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫില്ലിങ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള ഒരുപാടങ്ങ് വഴണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചച്ചൊവയൊന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 400 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ നമ്മൾ വേവിച്ചതാണ് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് മാത്രം ചേർത്ത് ഇതുപോലെ വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കനാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഞാൻ ചിക്കനിൽ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഇതുപോലെ ഒരു ചിക്കനും ക്യാപ്സിക്കവും ചേർത്ത് ക്യാപ്സിക്കം ഒരു പകുതി വേവായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്, 1.5 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. നല്ല പോലെ തന്നെ ഇളക്കി പൊടികളുടെ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ മൊസറല്ല ചീസാണ് കേട്ടോ. മൊസറല്ല ചീസ് കൂടാതെ ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തന്തൂരി മയോണൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തന്തൂരി മയോണൈസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതോ വീട്ടിലുണ്ടാക്കിയതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെജ് തന്തൂരി മയോണൈസ് ആണ്, മുട്ട ചേർത്തിട്ടുള്ളതല്ല. അപ്പോൾ ഒരു തന്തൂരി മയോണൈസും ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഒരു എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളവിൽ മൈദ ഞാൻ ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് അതേ അളവിൽ തന്നെ 1 കപ്പ് അളവിൽ പശുവിൻ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഇത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു ബാറ്റർ ഒരുപാട് കട്ടിക്കുമല്ല എന്നാൽ ഒരുപാടങ്ങ് ലൂസും അല്ല. ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി ഇതുപോലൊരു പാൻ എടുക്കാം. ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീ നന്നായി കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അതേ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഇതുപോലെ ചുറ്റിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യുക. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് കുക്കായി വരുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ടൈമൊന്നും ആവത്തില്ലാട്ട് ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ടി അങ്ങ് ഹാർഡായി പോകരുത്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിന് തന്നെ വേണം നമ്മളിതങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്ത്. അല്ലെങ്കിൽ നമുക്കിത് മടക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോകും. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു സോഫ്റ്റ് പരുവത്തിന് തന്നെ നമ്മൾ അങ്ങ് എടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ചുട്ടിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്തിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പം ആ ഒരു അറ്റത്തുനിന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഫില്ലിംഗ് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ് അങ്ങ് ഒട്ടിച്ചെടുക്കാൻ പ്രയാസമാകും. ഇതുപോലെ നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു പരുവത്തിന് ഞാനൊന്ന് കലക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ലൂസായിട്ടുള്ള പരുവമല്ല. നമ്മൾ ഇതുപോലെ സൈഡൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കത്തില്ല. അതുപോലെ കുറച്ച് മൈദയിൽ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇത് നമുക്ക് ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഒരു മൈദയുടെ ഒരു ബാറ്റർ. എന്നിട്ട് ഇത് കണ്ടില്ല, ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് മടക്കി എടുത്താൽ മാത്രം മതി. ഈ ഒരു അറ്റത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈവച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ടെടുക്കുക കേട്ടോ. ഒട്ടും ആ ഒരു ഫില്ലിങ് വെളിയിലേക്ക് നിൽക്കരുത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് ഒട്ടും തന്നെ ഒരു
ഫില്ലിംഗ് ഒന്നും വെളിയിലേക്ക് പോവാതെ ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു അളവിൽ എനിക്കിവിടെ കറക്റ്റ് 7 ഷീറ്റാണ് കേട്ടോ ഇതുപോലെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ഞാനൊരു ഫില്ലിംഗ് ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മുക്കി അങ്ങ് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂടി എണ്ണ നല്ല ചൂടായിട്ടാണ് കിടക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് നിങ്ങളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. തീ ഒരിക്കലും കൂടി പോവരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്കിതിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫില്ലിങ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മളൊരു തന്തൂരി മയോണൈസും അതുപോലെ മൊസറല്ല ചീസൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇഫ്താറിലേക്ക് ഈവനിങ് ചായയുടെയൊക്കെ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.